നമുക്കൊരു സ്നാക്ക് തയ്യാറാക്കാം. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. ബ്രെഡ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 2 മുട്ടയും ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഒരുപാട് മധുരമുള്ള ഒരു സ്നാക്കല്ല. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അധികം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നല്ല മധുരം വേണ്ടവർക്ക് കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും മുട്ടയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും മുട്ടയും നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഈ ഒരു കസ്റ്റാർഡ് പൗഡർ നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കസ്റ്റാർഡ് പൗഡർ മുട്ടയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ കട്ടയൊന്നും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുട്ടയും കസ്റ്റാർഡ് പൗഡറും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കുന്നത് വെള്ളം ചേർത്തിട്ടല്ല, പാല് ചേർത്തിട്ടാണ്. അപ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പാല് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസാവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം നോക്കിയിട്ട് കുറച്ചായിട്ട് ചേർത്താൽ മതി. പാൽ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു മൈദൻ്റെ കട്ടയൊന്നും തീരെ ഉണ്ടാവാൻ പാടില്ല. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതേ സമയത്ത് നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസാവാൻ പാടില്ല. നമ്മൾ പഴംപൊരിക്കെല്ലാം തയ്യാറാക്കുന്ന രീതിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസാവാതെ പ്രത്യേകം ശ്രദ്ധിക്കാം. പാൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ചാക്കിയിട്ട് ഒഴിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസാവില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാട് ലൂസാവാതെ തന്നെ ഞാനൊരു ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രെഡിന് നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു 4 പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബ്രെഡ് ചെറിയ പീസാക്കി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നിങ്ങൾ ഇഷ്ടാനുസരണം ചെയ്യാം. അപ്പം ഞാനിവിടെ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഈ ഒരു കട്ട് ചെയ്ത ബ്രെഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു ബാറ്റർ കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്ററിൽ ഈ ഒരു ബ്രെഡ് മുക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ ലൂസായിട്ടുണ്ടെങ്കിൽ ബാറ്റർ ബ്രെഡിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ലൂസാവാൻ പാടില്ല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ ഈ ഒരു ബ്രെഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 3 പീസ് ബ്രെഡ് ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗം പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം. അതായത് ആദ്യം എണ്ണ നന്നായി തിളപ്പിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം. അതിനുശേഷം ബ്രെഡ് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് കളർ മാറി വരും. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ഈ ഒരു ബ്രെഡിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവൻ ബ്രെഡും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കസ്റ്റാർഡ് പൗഡറെല്ലാം ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.